ബംഗാളിന്റെ ഒരു ഉദാഹരണം ഇവിടെ നിൽക്കുമ്പോഴാണ് ബംഗാൾ മോഡൽ ഒരു നയമാറ്റത്തിന് ഇവിടെ തയ്യാറെടുക്കുന്നത്. അഭിലാഷ്, ഇതിൽ കാണേണ്ടത് കേരളത്തിലെ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ ഊന്നി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. പശ്ചിമ ബംഗാൾ ഒരു പാഠമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ CPM-നെ സംബന്ധിച്ചിടത്തോളം. പശ്ചിമ ബംഗാൾ നൽകിയിട്ടുള്ള അനുഭവ പാഠം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ ഈ വികസന മാതൃക സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുള്ള വ്യവസായിക വളർച്ചയ്ക്ക് വേണ്ടി സ്വകാര്യവൽക്കരണത്തെ ശ്രമിച്ചതോടുകൂടി പശ്ചിമ ബംഗാളിൽ CPM-ന് അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ സ്ഥിതി മറിച്ചാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശേഷി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്ന മനുഷ്യ വിഭവശേഷിയിൽ അധിഷ്ഠിതമാണ്. ഇവിടെ നോളജ് ബേസ്ഡ് എക്കണോമിയാണ് വരാനുള്ളതിൻ്റെ ഏക സാധ്യത. അപ്പോൾ അതിലൂന്നിക്കൊണ്ട് ഒരു വ്യവസായിക നയമാണ് കേരളം ആലോചിക്കുന്നത്. അതാണ് ഈ നയരേഖയിൽ ഊന്നി പറയുന്നത്. മറ്റൊന്ന് ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത്, നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് ഭൂമിയുടെ ദൗർലഭ്യമാണ്. ഭൂമിയെ ഒരു റിസോഴ്സ് ആക്കിക്കൊണ്ട് നമുക്ക് വ്യവസായം തുറക്കാൻ കേരളത്തിൽ ഇനി ആവില്ല. അപ്പോൾ ആ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്, അതാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. ആ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ഒരു തരത്തിലും ദുരിതത്തിൽ ബംഗാളിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നിരുന്നു, ഇവിടെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല, അതുകൊണ്ട് കുഴപ്പമില്ലെന്നാണോ? ഒന്ന് വലിയ വ്യവസായങ്ങളെക്കാളും ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങളിൽ ഊന്നിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യം. മാത്രമല്ല മനുഷ്യ വിഭവശേഷി, ടൂറിസം, ആരോഗ്യ ടൂറിസം തുടങ്ങി ഏതൊക്കെ മേഖലകളിൽ കേരളത്തിൻ്റെ സാധ്യതകളുണ്ടോ ആ സാധ്യതകളാണ് കേരളം ഇപ്പോൾ ആരയുന്നത്. അത് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ ചിറകിലേറ്റുമെന്നു തന്നെയാണ് ഉറച്ചു പറയാൻ കഴിയുക. കാരണം ഒരു തരത്തിലും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയില്ല. ബംഗാളിൽ സംഭവിച്ചത് മറ്റൊരു തലം കൂടിയുണ്ട്. ബംഗാളിൽ പാർട്ടിക്കുള്ളിലും അതുപോലെ അപജയത്തിൻ്റെതായ ചില പ്രവണതകൾ ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ അത്തരത്തിലുള്ള അപജയങ്ങളെ വളരെ മുളയിലെ നുള്ളുന്നതിന് ഒരു വിമർശനവും ഉയരാതെ ഉണ്ടാക്കപ്പെടുന്ന അപ്രമാദിത്വം അപജയത്തിന്റെ സൂചനയായി താങ്കൾ കാണുന്നില്ലേ, താങ്കളെ പോലൊരു ഇടതുപക്ഷ സഹയാത്രികൻ? അങ്ങനെയല്ല, വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് പുറത്തു നിന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നു. അകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തറിയുമല്ലോ, സ്വാഭാവികമല്ലേ? നിശ്ചയമായും വിമർശനങ്ങൾ ഉണ്ടാവും. കാരണം ഒരാൾ പോലും, ഒരു വ്യക്തി പോലും വിമർശനത്തിന് അതീതനല്ല. അപ്പോൾ വിമർശനം ഇക്കാര്യത്തിലുണ്ടാവും. ഏതു ചെറു പ്രവൃത്തികൾ പോലും വിമർശനത്തിന് വിധേയമായി തന്നെയാണ്. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലി, അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി. ഉറപ്പായും ഇക്കാര്യത്തിൽ വിമർശനം ഉണ്ടാകും. എന്തിന് ഈ രേഖയിൽ പാർട്ടി സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, പാർട്ടി സെക്രട്ടറിക്ക് നേരെ പോലും വിമർശനം വരുന്ന തരത്തിൽ എഴുതി വെക്കപ്പെട്ട അദ്ദേഹം അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് അത് എഴുതി വെക്കപ്പെട്ടത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമില്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെയാണ് ആ അപ്രമാദിത്വത്തിന്റെ സൂചന പറഞ്ഞത്.